ഹലോ, ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന വീട്ടമ്മമാർക്ക് സാധാ വില വളരെ തുച്ഛമായ രീതിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് മേക്കപ്പിന് നമുക്ക് ഒരു ഓഫീസിൽ പോകാനും കോളേജിൽ പോകാനും അല്ല ഒരു കല്യാണത്തിന് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വന്നിട്ട് സെറ്റാഫിൽ എന്ന് പറഞ്ഞ ക്ലെൻസറാണ്. ഇത് നമ്മുടെ എല്ലാ തരം സ്കിന്നുകാർക്കും നോർമൽ, ഡ്രൈ, ഓയിലി, സെൻസിറ്റീവ് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അതായത് രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ, രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വാഷ് ചെയ്യാം. പക്ഷേ ഈ ഒരു ക്ലെൻസർ വെച്ച് വാഷ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ഫസ്റ്റ് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് വന്ന് ഡ്രൈ ആകുന്നില്ല. അപ്പോഴും ഒരു മോയ്സ്ചറൈസർ ആ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതേമാതിരി അടുത്തത് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ. നിങ്ങൾക്ക് ഞാൻ മുൻപേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ എപ്പോഴും CTM എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതാണ് ക്ലെൻസിങ്. ടോണിങ്ങിന് നമുക്ക് റോസ് വാട്ടർ വേണേ യൂസ് ചെയ്യാം. പക്ഷേ അത് യൂസ് ചെയ്തില്ലെങ്കിൽ, പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് മോയ്സ്ചറൈസറിലേക്ക് പോകാം. CTM P എന്നുള്ളത് മസ്റ്റായിട്ട് വേണ്ടത് ഒരു ബ്രൈഡിനാണ്. ഒരു സാധാ വീട്ടമ്മയ്ക്കോ ഒരു സാധാ കോളേജിലോ സ്കൂളിലല്ല സ്കൂൾ ടീച്ചേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാ സംഭവമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ കാര്യത്തിൽ നിന്ന് വഴിമാറിപ്പോയെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്തു അല്ലേ. പിന്നെ അതേ സെറ്റാഫിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത്. അതിൽ സെറ്റാഫിൽ ഡാം എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ കൂടെ ക്രീമിയാണ്. പിന്നെ ഇത് എല്ലാ സ്കിന്നിനും, ഡ്രൈ, ഓയിലി, സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിന്നിനും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതും നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ സൺസ്ക്രീൻ ലോഷനാണ്. സൺസ്ക്രീൻ ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വെയിലത്ത് പോകുമ്പം പെട്ടെന്ന്, എനിക്കൊക്കെ റൊസേഷ്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എനിക്ക് വെയിലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മുഖം അങ്ങ് റെഡാകും മീൻസ് എനിക്ക് അലർജി ഭയങ്കര കൂടുതലാണ്. അത് കാരണം എനിക്ക് വിറ്റാമിൻ C പ്രോഡക്ട്സ് അടങ്ങിയ ഒരു ക്രീമുകളും യൂസ് ചെയ്യാൻ പറ്റാറില്ല. അതേമാതിരി എനിക്ക് പുളിപ്പ് അധികമുള്ള, അതായത് ഓറഞ്ച്, ബെറീസ്, അങ്ങനെ പുളിപ്പ് അധികമുള്ള ഫ്രൂട്ട്സ് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം തന്നെ ബോയിൽസ് പോലെ വരും. അപ്പോൾ എനിക്ക് അത്രമാത്രം സ്കിൻ അലർജി ഉള്ളത് കൊണ്ടാണ് അത് വന്നേക്കുന്നത്. എനിക്ക് പോലും യൂസ്ഫുള്ളായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഈ പറയുന്ന സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറും ഈ പറയുന്ന ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറയുന്ന സൺസ്ക്രീനും. അപ്പം നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തു മുഖം. ഇത് വെച്ചിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ ലാക്ടോകലാമിൻ. നമ്മൾ ഒത്തിരി വില കൂടിയ ക്രീംസ്, പല കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഈ ലാക്ടോകലാമിൻ പണ്ട് കാലം മുതലേ ഉള്ള ഒരു സംഭവമാണ്. ഇതെന്ന് പറയുന്ന ഒരു ലൈറ്റ് പിങ്കിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലാക്ടോകലാമിൻ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം പോകുന്ന ഒരു ഫേസുകാരുണ്ട്. നമ്മൾ എന്ത് ക്രീം അപ്ലൈ ചെയ്താലും അവർക്ക് എവിടെയാണ് ആ ക്രീം അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത്രമാത്രം ഡ്രൈനെസ് ഉള്ളവർ കഴിയുന്നതും ഇത് അവോയ്ഡ് ചെയ്യുക. അവർക്ക് ഞാൻ വേറൊരു ഡ്രഗ് സ്റ്റോർ ഇതുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അല്ലാത്ത കോമൺ പീപ്പിൾസിന് ഈ ലാക്ടോകലാമിൻ. അത് കഴിഞ്ഞ് നമ്മുടെ സാധാ വൈറ്റ് പൗഡർ. ഇത് പോൺസ് ആകാം, കുട്ടിക്കുറ ആകാം, ഏത് കമ്പനിയുടെ ആയാലും സാരമില്ല. ഇത് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ പുറത്ത് ഡാബ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ആ ഒരു ലുക്ക്, നമ്മളൊരു പാർലറിൽ പോയി ഇപ്പം നമ്മൾ ഒരു കല്യാണത്തിൻ്റെ ഗസ്റ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ പോലും നമുക്ക് മിനിമം ഒരു 2500 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു കല്യാണത്തിന് പോകാൻ ഉള്ള മേക്കപ്പിനോ അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷന് പോകാനോ നമുക്ക് ആരുടെ അടുത്തും പോകേണ്ടി വരില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുഖം. ഓൾറെഡി ഇത് വെച്ച് ഞാൻ നേരത്തെ ക്ലെൻസ് ചെയ്തേക്കുവാണ്, ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത്, കണ്ടല്ലോ.
കാരണം എപ്പോഴും കുറവ് ക്വാണ്ടിറ്റി എടുത്താൽ നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടാം, പക്ഷെ കൂടുതലായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട എന്താണ്, നമ്മുടെ മുഖം, കഴുത്തിൻ്റെ ഭാഗം, ചെവി, ഇത് മൂന്നും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. മൂന്നും അല്ല, രണ്ടും. മുഖം നമ്മൾ എന്തായാലും ഉപയോഗിക്കും, പക്ഷെ ആരും കഴുത്തും ചെവിക്കും പ്രാധാന്യം കൊടുക്കാറില്ല. ചിലർ കൊടുക്കും. കണ്ണിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇടാം. എന്നിട്ട് നല്ല റൗണ്ടായിട്ട് മസാജ് ചെയ്ത് അത് മുഖത്തേക്ക് ചേർത്ത് പിടിപ്പിക്കുക. എപ്പോഴും കഴുത്തിലേക്ക് ഇടുമ്പോൾ അപ്വേർഡ് സ്ട്രോക്സ് ആയിട്ട് കൊടുക്കണം, അതായത് മേളിലേക്ക്. താഴേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സ്കിൻ ഭയങ്കര ടെൻഡറാണ്, വളരെ സോഫ്റ്റും സെൻസിറ്റീവും ആണ്. അപ്പോൾ അത് താഴേക്ക് പോകും. അതുകൊണ്ട് മേളിലേക്ക് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് അതൊന്ന് അപ്ലൈ ചെയ്തപ്പോൾ നന്നായിട്ട് ആ സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അരി ഉഴുന്നും ദോശയ്ക്ക് ആട്ടുന്നത് പോലെയാണ്. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ക്രീമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ പറയാം. നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മളിങ്ങനെ കുതിർത്ത് വെക്കണം, ഭയങ്കര. പിന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ക്രീം ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ചെയ്തു. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡെങ്കിലും ഇട്ടതിന് ശേഷം അത് ഒന്ന് പിടിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഞാൻ ഇതെടുക്കുവാണേ. സൺസ്ക്രീനാണ്. ഇതിന് മണമൊന്നുമില്ല. ഇത് നമുക്ക് അഫോർഡബിളാണ്. 680 ആണോ 700 രൂപയാണോ എന്നറിയില്ല. പിന്നെ ചില സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളയായിട്ടിരിക്കും. ഈ ഒരു സൺസ്ക്രീൻ അങ്ങനത്തെ കുഴപ്പമില്ല. പിന്നെ കഴിയുന്നതും സൺസ്ക്രീൻ നമ്മൾ എടുക്കുമ്പോൾ മണം ഇല്ലാത്ത, ഫ്രാഗ്രൻസ് ഇല്ലാത്തത് യൂസ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടെ മെഡിക്കേഷൻ കൂടുതലുള്ളത്. അല്ലാതെ മണം കൊടുക്കുന്നത് അത്രയും നല്ല ഒരു ഇതായിരിക്കില്ല. ഏതൊരു മേക്കപ്പ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പും സ്കിൻ പ്രിപ്പറേഷനാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു സ്കിൻ പ്രിപ്പറേഷൻ ചെയ്യാതെ നമ്മൾ എന്ത് തരം പ്രോഡക്ട്സ് എത്ര വില കൂടിയതായാലും കുറഞ്ഞതായാലും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ഡെയിലി പ്രോസസ്സിൽ ഈ പറയുന്ന CTM നിർബന്ധമായിരിക്കണം. രാവിലെ എണീക്കുമ്പോൾ നമുക്കായിട്ടൊരു അരമണിക്കൂർ എടുക്കുക. അതിലും നമ്മൾ ഈ പറയുന്ന ക്ലെൻസിങ്ങും മോയ്സ്ചറൈസറും ഒക്കെ നമുക്ക് പുരട്ടാവുന്നതേ ഉള്ളൂ. നമ്മളത് വേണ്ടാന്ന് വെക്കരുത്. ആരും വന്ന് നമ്മളോട് അത് ചെയ്യണമെന്ന് ഒരു വീട്ടമ്മയോടോ ഒരു വർക്കിംഗ് വുമനോടോ ഒന്നും പറയാറില്ല. പിന്നെ ബ്രൈഡ്സൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടെ ഫോട്ടോ സെക്ഷൻസൊക്കെ നന്നായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി അവർ പല കാര്യവും ചെയ്യും. പക്ഷെ സാധാ ആൾക്കാർ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം.
ഇപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തേനേക്കാളും കുറച്ചുകൂടി ഒരു പ്ലംഡ് ആയതുപോലെ ഉണ്ട്. എനിക്ക് തന്നെ തൊടുമ്പോൾ നല്ലൊരു സോഫ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയാണ് അടുത്ത ലാക്ടോകലാമിൻ. ആക്ച്വലി എൻ്റെതും കുറച്ച് ഡ്രൈ സ്കിന്നാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്ന് കാണിക്കുന്നത്. ഒന്ന് ഷേക്ക് ചെയ്യുക. വളരെ ലൈറ്റായിട്ട് ഇത്രയും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പ്രോഡക്ട്സ് കുറവെടുക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കൂട്ടാം. എൻ്റെയൊക്കെ കുഞ്ഞു നാളുകളിൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മേക്കപ്പ് പ്രോഡക്റ്റായിരുന്നു ഇത്. ഇത് നമുക്ക് ഡോട്ടായിട്ട് കൊടുക്കുക. എപ്പോഴും കണ്ണിൻ്റെ മുകളിലേക്കും ഇടണം. കാരണം ചില ആൾക്കാർക്ക് കണ്ണിൻ്റെ അവിടെ ഒരു കളർ ചേഞ്ച് കാണും. അങ്ങനെയുള്ളവർക്ക് കളർ കറക്ഷനൊക്കെ വേണം. അത് പിന്നെ മേക്കപ്പിൻ്റെ തലങ്ങൾ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ഒരു സാധാ നോർമൽ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഗോയിങ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അങ്ങനത്തെ പ്രൊഫഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കും സാധാ കോമൺ പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓഫ്ലൈനും ഓൺലൈനുമായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. മേക്കപ്പിൽ ഒത്തിരി താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ വീണ്ടും എക്സസ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാണ്. അത് തന്നെ നിങ്ങൾക്ക് വേണേൽ കയ്യിലേക്കും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഇത്രയും ചെയ്യാനായിട്ട് വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ സാധാ ഓഫീസ് ഗോയിങ്ങോ അല്ലെങ്കിൽ ഒരു ടീച്ചറിനോ വേറെ ഒരിടത്തും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മളൊരു മേക്കപ്പ് ഇട്ടതായിട്ട് ആർക്കും ഫീൽ ചെയ്യുമില്ല. അതേസമയം ഒരു മേക്കപ്പ് ചെയ്ത ഒരു ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ചിലർക്ക് പൗഡർ ഇല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പൗഡർ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൗഡർ കാണിക്കുവാണേ. ഇത് സാധാ പൗഡറാണ്, പോൺസിൻ്റെ. ഇത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. കാരണം ഓയിലി സ്കിന്നുകാർക്ക് വേണമെങ്കിൽ ഇത് യൂസ്ഫുള്ളായിരിക്കും. അല്ലാത്തവർ കഴിയുന്നതും പൗഡർ ഉപയോഗിക്കാത്തതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് യഥാർത്ഥത്തിൽ പൗഡർ പഫൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ സാധാ ഒരു ബേസിക് കാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പൗഡർ പഫൊന്നും എടുക്കാത്തത്.
അത്രയേ ഉള്ളൂ, കഴിഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഐബ്രോസ് വന്നിട്ട് ഫില്ല് ചെയ്യുക, പൊട്ട് വയ്ക്കുക, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലിപ്പ് പെൻസിലും ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഗ്ലോസ് ഇടണം. ഗ്ലോസ് വാങ്ങാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ വാസ്ലൈൻ യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ലിപ്പ് പെൻസിൽ വെച്ചിട്ട് നമുക്ക് സാധാ ലിപ്പ് ഒരു കളർ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ പേജ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.